നീ ആരാണ് കുഞ്ഞെ? ഗുരു ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? പപ്പൻ ബാവ, പപ്പൻ ബാവ, രാവിലെ നമ്മുടെ കുളക്കടവിൽ നിന്ന് പാട്ടുപാടി കുട്ടിയതാണ്. അതാ ശ്രീദേവി കുഞ്ഞ, വലിയ ഭാഗവതരുടെ മോള. എല്ലാ ദിവസവും രാവിലെ ഇത് പതിവാ. തൊണ്ട നന്നാകാൻ വെള്ളത്തിനടി ചെയ്യുന്ന എന്തോ ഒരു വേലയാ. ശ്രീദേവിയോ? കുഞ്ഞിനറിയില്ല. അവരിവിടെ പുതിയ താമസക്കാരാ. വന്നിട്ട് ഒരു 5-8 വർഷമായി കാണും. ശ്രീദേവി എന്നല്ലേ പേര്? പാടുമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എന്തോന്നാ വായം വിളിച്ചു നിൽക്കുന്ന? ഇതേ പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. നീങ്ങ വന്നേ. എന്താ വിളിച്ചത്? നിന്റെ പേരെന്താ? പേരിക്ക. മിടുക്കൻ. എന്തോന്ന് വിളിക്കൻ? അതിരിക്കട്ടെ, നിനക്ക് പേരൊക്കെ വേണോ? കയ്യിലുണ്ടോ? ഇപ്പൊ ഇല്ല. അതാണ് എന്റെ വീട്. അവിടെ വന്നാ തരാം. ഞാനങ്ങനെ ആരുടെയും വീട്ടിൽ പോയി പേരയ്ക്കാ തിന്നാറില്ല. ചേടാ, നീ കൊള്ളാമല്ലോ. എത്ര പറഞ്ഞാലും തലയിലോട്ട് കേറില്ലെന്നുണ്ടോ ദാമു? കേറി ഗുരു. എന്തോന്ന് കേറി? ശരി, നോക്കട്ടെ. രാമനന്നു ബ്രോവരാ, രാമനന്നു ബ്രോവരാ. ശിവ ശിവ. രാമനന്നു ബ്രോവരാ, രാമനന്നു ബ്രോവരാ. 10-12 വർഷമായില്ലേ ദാമു? ഇനിയും മനസ്സിലായിട്ടില്ലേ നിനക്ക് പാടാൻ പറ്റില്ല എന്ന്? നീ ഒന്നാന്തരമായിട്ട് വയലിൻ വായിക്കും. അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമല്ലേ? ഇല്ല ഗുരു, എനിക്ക് പാടണം. ദേവിയെ പോലെ പാടണം. പാറപ്പുറത്ത് ചിരട്ട വരച്ചാൽ സംഗീതമാകുമോ ദാമു? നീ പോയി വയലിൽ സാധകം ചെയ്യും. എന്നാൽ ഖണ്ഡശുദ്ധിക്കൊരു ഒറ്റമൂലിയുണ്ട്. ആറ്റിലും തോട്ടിലും കാണുന്ന ഉരുളങ്കല്ല് നന്നായി ചൂടാക്കി തൊണ്ടയിൽ കൊണ്ടാ മതി. ചെല്ലേ.
എന്താ തമിട്ട? എന്താ പറയില്ലേ? അല്ല ദേവി, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കിപ്പോ ഒരു സ്വരം പോലും ശുദ്ധമായി പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതിന് ദാമേട്ടൻ എങ്ങനെ സങ്കടപ്പെടുന്നു? എല്ലാവർക്കും എല്ലാം ഒത്തു കിട്ടുമോ? ശരിയാ, കുയിലിന്റെ നാദവും കിളിയുടെ ചന്തവും ദേവിക്ക് എങ്ങനെ ഒത്തുകിട്ടിയേ? പാടാൻ കഴിയുന്നില്ലെങ്കിലും ദാമോട്ടൻ സംഗീതത്തിൽ ജ്ഞാനസ്ഥരല്ലേ? ഇനിയും ശ്രമിച്ചാൽ മതി. എന്താ ദാമു ഇത്? ഗുരു പറഞ്ഞില്ലേ ഉരുളങ്കല്ല് ചൂടാക്കി തൊണ്ടയിലിടാൻ. എന്റെ ശബ്ദം നന്നാകാൻ ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. ശിവ ശിവ, എന്റെ ദാമു, നീ എന്തായി കാണിക്കുന്നത്? തൊണ്ട പൊള്ളൂലേ? പൊള്ളിയാലും സാരമില്ല, തൊണ്ട നന്നാകി തീക്കട്ടയാണെങ്കിലും ഞാൻ വിഴുങ്ങും. എടാ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ. നീ എന്ത് ചെയ്താലും നിന്റെ ശബ്ദം ഇങ്ങനെയിരിക്കും. ആ, ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ എന്റെ ദാമു? ആ, ചേട്ടായി, ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? ആ, നീ തന്നെ കൊടുക്കണം. ചേട്ടാ, നമുക്ക് കിട്ടിയ പറവ കോളേ. എന്റെ ഉണ്ണിയല്ലേ, ഒന്ന് ശരി. ചെല്ലുമണി. ദേവി ചേച്ചി, ദേവി ചേച്ചി, എന്നാ ചേച്ചിക്കൊരു കൂട്ടം. എന്താ ഉണ്ണി? ഹാ, ചേച്ചി ഒന്ന് നോക്കുന്നേ. ഉണ്ണി, ഇതാര് തന്നതാ? ദൂ, ആ കാണുന്ന വീട്ടിലെ ചേട്ടൻ. വല്ലതും എഴുതിട്ടെന്നാ കൊടുക്കാമായിരുന്നു. ചേട്ടായി, ഈ കൊച്ചുളുപ്പാങ്കാലത്തിന്റെ വലിയ ആവശ്യമുണ്ടോ? ഒരു ചൂട് കട്ടണം അടിച്ച് അവിടെ എങ്ങാനും ഇരുന്നാ പോരായിരുന്നു. വലുതാകുമ്പോ ഞാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. എന്താ സാറേ ഇത്? തേക്കാനാ. തേക്കാനോ? തേക്കാൻ. ഓഹോ, തേക്കാനാണല്ലേ. അലക്കാനാ. അയ്യോ സാറേ, ഇവിടെ തേപ്പ് മാത്രം ഇവിടെ അലക്കില്ല.
അന്ന് വീട്ടിൽ കപ്പുമായിട്ട് വന്ന ആളല്ലേ അയാള്? അയാളുടെ ഒരു വേഷവും പത്രാസും ഏതായാള്? ഏതോ എന്തോ എന്റെ പുറകേന്ന് മാറുന്നില്ല. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നാ വിചാരം. ചേട്ടായിയേ, അങ്ങനെ പെട്ടെന്നൊന്നും വീഴത്തില്ല, ഇത്തിരി പാടാ. എന്താ ദമ്മൂട്ട ചിരിക്കുന്നത്? അല്ല ദേവി, ഞാൻ ഓർക്കുമായിരുന്നേ, എന്റെ 10ാമത്തെ വയസ്സില് അമ്മാവന്റെ കൂടെ കച്ചേരി പാടാൻ ഗുരുവായൂർക്ക് പോയ കാര്യം. പാടിയത് അമ്മാവനോ ദാമുവേട്ടനോ? നല്ല ചോദ്യം. പാടിയത് ഞാൻ. ഓഹോ. അന്നത്തെ എന്റെ സ്വരശുദ്ധിയും താളജ്ഞാനവും കണ്ട് നടത്തിപ്പുകാർ അന്ന് വെച്ച പായസം മുഴുവൻ എന്റെ വീട്ടിൽ കൊടുത്തേച്ചു. അന്ന് കിട്ടിയ പേരാ പക്കാല ദാമു. പാടിയ കൃത്രം പക്കാലയാണല്ലോ, അതും 10ാമത്തെ വയസ്സില്. അയ്യോ എന്റെ ദേവി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അമ്മാവൻ പറയുന്നത് കേൾക്കണം. എടാ ദാമു, നിന്റെ നിരവലിലും മൃദംഗം വായിക്കാൻ ഞാനല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ലാന്ന്. പറഞ്ഞത് ശരിയാ, ആർക്കും ഇത്തിരി പാടാണേ. ഇപ്പൊ എവിടെ പോയ ശബ്ദം? കൊറേ കൊല്ലങ്ങളായില്ലേ, ഇടക്കാലാശ്വാസത്തിന് പോയിരിക്കും. ജ്ഞാനസ്ഥനായതുകൊണ്ട് തിരിച്ചു വരാതിരിക്കില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്കും ദേവിയെ പോലെ പാടാൻ കഴിയുന്നു. കഴിയും, ഇനിയും ശ്രമിച്ചാ മതി. ഓ, ചെവിയും തലയും കേൾക്കാൻ വയ്യാണ്ടായല്ലോ. 12 വർഷമായി ഞാൻ നിന്റെ പദപത കേൾക്കുകയാ. മോളെ, നിനക്ക് ദീപാരാധനയ്ക്ക് സമയമായില്ലേ? ഞാൻ പുറപ്പെടുകയാണ്. ചെല്ല്, നീയും ചെല്ല്, ചെന്ന് ഈശ്വരൻ